പ്രൈസ് ദി ലോർഡ്. ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റമെന്റ് സാൽവേഷൻ ഡോക്ട്രിൻ അഥവാ JCNDSD എന്നുള്ള ചുരുക്കപ്പേരിൽ കഴിഞ്ഞ 4 വർഷത്തോളമായി ബൈബിൾ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നടന്നു വരുന്ന പ്രസംഗങ്ങളുടെയും ചർച്ചകളുടെയും ഡിബേറ്റുകളുടെയും ശ്രേണിയിൽ ഈ ബുധനാഴ്ച രാത്രിയിലും ക്രിസ്തീയ സ്നാനത്തെ സംബന്ധിച്ചുള്ള ഒരു വിഷയം ചർച്ച ചെയ്യാനായി ഇന്നേ ദിവസം ഈ പാനലിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കർത്താവിന്റെ വിലയേറിയ ഭൃത്യന്മാർക്കും ഞങ്ങളുടെ വീഡിയോകൾ കണ്ടും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും പ്രോത്സാഹിപ്പിക്കുകയും സത്യത്തെ ഗ്രഹിക്കുവാൻ അവസരം ലഭിച്ചിട്ട് ഈ സത്യത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ ഈ സത്യത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ ഈ രാത്രി അറിയിക്കുകയും ചെയ്യുകയാണ്. പതിവായി നടന്നു വരുന്ന ബുധനാഴ്ചകളിലെ 9 മണിയിലെ ലൈവ് സെഷനിലേക്ക് ഈ ദിവസം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ക്രിസ്തീയ ഉപദേശത്തിലെ അടിസ്ഥാന വിഷയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളിൽ ഒന്നായ സ്നാനം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ബൈബിൾ എന്തു പറയുന്നു, ചരിത്ര സംബന്ധമായ വിഷയങ്ങൾ എന്തു പറയുന്നു എന്നുള്ളത് ഞങ്ങൾ 2 എപ്പിസോഡുകളിലായി ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ വിഷയങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സ്നാനത്തെ സംബന്ധിച്ച് ആത്മീയ ലോകത്ത് പരക്കെ ഉള്ള ചില ചോദ്യങ്ങളിൽ 6 ചോദ്യങ്ങളാണ് ഞങ്ങൾ ഈ ദിവസം ചർച്ചയ്ക്ക് എടുക്കുന്നത്. ചർച്ചയിൽ എന്നോടൊപ്പമുള്ളത് കർത്താവിന്റെ ദാസൻ ബ്രദർ വിൽസൺ ബെഞ്ചമിൻ ദുബായിൽ നിന്നും, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബേബി M അവറുകൾ കൊട്ടാരക്കരയിൽ നിന്നും, കർത്താവിന്റെ ദാസൻ സൈമൺ ബെഞ്ചമിൻ കായംകുളത്ത് നിന്നും, അതുപോലെ കർത്താവിന്റെ ദാസൻ ഗീവർഗീസ് ഇറാഖിൽ നിന്നും എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ആമുഖമായി ഏറ്റവും വലിയ ഒരു ഇടർച്ചയുടെ വിഷയമായി ഈ സ്നാനം, ക്രിസ്തീയ സ്നാനം ഇന്ന് ആത്മീയ ഗോളത്തിൽ മാറിയിട്ടുണ്ട്. പുതിയ ചില സഭകൾ രംഗത്ത് വന്നിരിക്കുന്നത് സ്നാനമേ വേണ്ട എന്നുള്ള ഒരു അഭിപ്രായത്തിൽ എത്തിയിരിക്കുന്നവരുണ്ട്. സ്നാനത്തിന്റെ ഇമ്പോർട്ടൻസിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമാണ് അത് കാണിക്കുന്നത്. കാരണം സ്നാനത്തിലേക്ക് വരാൻ പലരും മടി കാണിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നിടത്ത് ആൾക്കൂട്ടം തടിച്ചു കൂടുന്നതും ഈ നാളുകളിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കത്തോലിക്ക സഭ മുതൽ പെന്റക്കോസ്ത് ബ്രദറൻ വേർപാട് സഭകൾ വരെയും എല്ലാവരും തന്നെ സ്നാനം ഒരു അഭിവാജ്യ ഘടകമായി അവർ അംഗീകരിച്ചിട്ടുണ്ട്. പട്ടണ സഭകളാകട്ടെ അവർ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ജനിച്ച് ഏതാനും ദിവസങ്ങളോ ഏതാനും മാസങ്ങൾക്കോ ഉള്ളിൽ പുരോഹിതന്മാരാൽ വെള്ളം തളിച്ച് സ്നാനമേൽക്കുമ്പോൾ മറ്റുള്ള പട്ടണ സഭകൾ ഒഴികെയുള്ള സഭകൾ, പെന്റക്കോസ്റ്റൽ സഭകൾ, ബ്രദറൻ സഭകൾ തുടങ്ങിയവർ അതേ ടൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുഴുകൽ സ്നാനം കൊടുക്കുന്നു എന്ന് കണ്ടിട്ടുണ്ട്. എന്നാൽ അടുത്തിടെയായി ആവശ്യപ്പെടുന്നവർക്ക് മുഴുകൽ സ്നാനം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. CSI ചർച്ചകളും അത് മാൻഡേറ്ററി അല്ല, ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കുന്ന ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ ബൈബിൾ സ്നാനത്തെ സംബന്ധിച്ച് എന്തു പറയുന്നു, സ്നാനം ആരുടെ നാമത്തിലാണ് ചെയ്യേണ്ടത്, ചെയ്തു വന്നിട്ടുള്ളത്, അത് എന്തിനു വേണ്ടിയാണ് സ്നാനമേൽക്കുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുടെ ശ്രേണിയിലേക്ക് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നത് ബ്രദർ സൈമണോടാണ്. ചോദ്യം ഇങ്ങനെയാണ്: സ്നാനത്തിന് എന്താണ് ക്രിസ്തീയ വിശ്വാസത്തിൽ ഇത്രമാത്രം പ്രസക്തിയുള്ളത്? യേശുവിൽ വിശ്വസിച്ചാൽ പോരെ? ചില മോഡേൺ നവീന സഭകൾ സ്നാനമേ ആവശ്യമില്ല എന്ന് പറയുന്നു. അവരുടെ സഭകളിൽ ആളുകൾ കൂടിക്കൂടി വരുന്നു എന്നുള്ളതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് എന്താണ് അതിന്റെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യം? പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ചോദ്യമാണ്. ആക്ച്വലി അടുത്ത് വെച്ച് ഞാൻ നമ്മളുടെ ഹെവൻലി ഫീസ്റ്റിലെ തങ്കു ബ്രദറും ഇങ്ങനെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു. യേശുവെ എന്ന് വിളിച്ചാൽ മതി, സ്നാനം ഇമ്പോർട്ടന്റ് അല്ലെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇത് നമ്മള് ഇതിനകത്ത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റോമൻസ്
10:13 പ്രകാരമാണ് ഈ ഒരു വചനം എടുത്തിട്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. ഫോർ ഹൂ സോ എവർ കോൾസ് അപ്പോൺ ദ നെയിം ഓഫ് ദ ലോർഡ് ഷാൽ ബി സേവ്. അപ്പം പേര് മാത്രം എടുത്താൽ മതിയല്ലോ എന്നുള്ള കാര്യമാണ് അവരുടെ ഒരു ഫൗണ്ടേഷനായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷെ എവിടെ ഈ പേരെടുക്കുന്നതെന്നുള്ള കാര്യം അവർക്കറിയാം. എടുക്കേണ്ട സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് ആ പേര് എടുത്താൽ രക്ഷപ്പെടും. എവിടെ? സ്നാനത്തിന്റെ സമയത്ത് ആ പേര് എടുത്താൽ രക്ഷപ്പെടും. ഓക്കെ, പക്ഷെ അതിനു മുമ്പ് നമ്മൾ നോക്കാം സ്വർഗരാജ്യത്തിൽ എങ്ങനെ എത്താൻ ഒക്കും. ഇതല്ലേ ഈ രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. അപ്പം യോഹന്നാന്റെ സുവിശേഷം 3:3 മുതൽ 5 നിക്കോദമസ് യേശുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള കാര്യമാണ്, എങ്ങനെ സ്വർഗരാജ്യത്തിൽ എത്താം. അപ്പം യേശു എന്നെ മറുപടിയായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ചില്ലെങ്കിൽ അവൻ സ്വർഗരാജ്യം കാണത്തില്ലെന്നാ പറയുന്നത്, ദൈവരാജ്യം കാണത്തില്ല. ഓക്കെ, അപ്പം അവിടെ നിക്കോദമസ് ചോദിക്കുന്നുണ്ട് എങ്ങനെ സാധിക്കും? ഇനിയിപ്പോ ഞാനിപ്പോ ഓൾറെഡി ഒരു ഇത്രയും വയസ്സൊക്കെ ആയി കഴിഞ്ഞു, ഇനി എനിക്ക് വീണ്ടും ജനിക്കാൻ ഒക്കുമോ എന്നുള്ളത് ചോദിക്കുമ്പോൾ അപ്പം യേശു എന്റെ മറുപടിയായിട്ട് പറയുന്നത്, verily verily I say unto thee, except a man be born of water and of the spirit, he cannot enter the kingdom of God. അപ്പം വെള്ളത്താലും ആത്മാവാലും വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണത്തില്ല. ക്ലിയർ ഇൻസ്ട്രക്ഷൻ ആണ് യേശുവിന്റെ അതിനകത്തുള്ളത്. അപ്പം വെള്ളത്താൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള സ്നാനവും, ആത്മാലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ലഭിക്കാതെ, ഈ രണ്ട് പ്രോസസ്സ് ലിങ്ക്ഡ് ആണ്. ആദ്യമേ ഒന്നെങ്കിൽ സ്നാനപ്പെടണം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ലഭിക്കണം. പരിശുദ്ധാത്മാവ് ആദ്യമേ ലഭിച്ചവരാണെങ്കിൽ അവൻ പിന്നെ പോയി സ്നാനപ്പെടും. ഈ ഒരു പ്രോസസ്സ് ലിങ്ക്ഡ് ആണ്. ഇത് രണ്ടും ഇല്ലാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഒക്കത്തില്ല. ഇത് ഒറ്റ വചനമല്ല, നമ്മൾ അത് പിന്നെയും കാണുന്നതെന്ന് പറഞ്ഞാൽ മർക്കോസ് 16:16 പറയുന്നത്, ഹി ദാറ്റ് ബിലീവ് ആൻഡ് ഈസ് ബാപ്റ്റൈസ്ഡ് ഷാൽ ബി സേവ്ഡ്. അപ്പം ബാപ്റ്റിസം ഈസ് മസ്റ്റ്, ഓക്കെ, ടു ബി സേവ്ഡ്. അപ്പൊ നമ്മള് യേശുവിന്റെ അന്ത്യകൽപ്പനയായിട്ടും പറയാം, യേശു പോകുന്നതിന് മുമ്പേ ശിഷ്യന്മാരെ കൽപ്പിച്ചത് അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാരെയും സ്നാനപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് അവിടെ നമ്മളെ യേശു പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ സ്നാനപ്പെടേണ്ടത്? ഓക്കെ, സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് റോമൻസ് 6:3 മുതൽ 4 പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, know ye not that so many of us were baptized into Jesus Christ, were baptized into his death. എന്ന് പറഞ്ഞാൽ യേശു നമുക്ക് വേണ്ടി മരിച്ച ആ മരണത്തിന്റെ പങ്കാളികളായി തീരുക നമ്മൾ ആ സ്നാനത്തോട്. എന്തിനാ നമുക്ക് മരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ പാപികളാണ്, നമ്മളുടെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു. അതിന്റെ ഒരു സിംബോളിക് മരണമാണ്. എന്തിന് നമ്മൾക്ക് മരിക്കണം? എന്താന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ ആത്മാവ് ലഭിക്കാൻ വേണ്ടിയാ. പരിശുദ്ധാത്മാവ് ലഭിക്കും, ക്രിസ്തുവിന്റെ ആത്മാവ് ലഭിക്കും. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ല, നമ്മൾ മുമ്പോട്ട് വരാം. അപ്പൊ നമ്മൾ പത്രോസ് ഈ കാര്യം തന്നെ അപ്പോസ്തല പ്രവൃത്തി 2:38 ഈ സെയിം കാര്യം തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പന്റ് ചെയ്യുക, baptize every one of you in the name of Jesus Christ for the remission of sin. അപ്പൊ നമുക്ക് പാപത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി ആ സ്നാനം വേണ്ടത്. അപ്പൊ ആ പാപത്തിന്റെ മോചനം നമുക്ക് കിട്ടുന്നത് നമ്മൾ ജഡത്തിൽ മരിക്കുകയും ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെടുമ്പോഴാണ്. അവിടെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ, ആൻഡ് ഈ ഷാൽ റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പം സ്നാനപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതൊരു ഗിഫ്റ്റ് കിട്ടണം. ഈ പരിശുദ്ധാത്മാവ് എന്ന ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് സ്നാനപ്പെടേണ്ട ആവശ്യം. പക്ഷെ ബൈബിളിനകത്ത് പല സ്ഥലത്ത് പല ആൾക്കാർക്ക് ആദ്യമേ പരിശുദ്ധാത്മാവ് വരുന്നു, പക്ഷെ നമ്മൾ കാണുന്നത് അവർ ഉടൻ തന്നെ സ്നാനപ്പെടുന്നതും കാണുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ലിങ്ക്ഡ് ആണ്. അങ്ങനെ പറയാൻ ഒക്കത്തില്ല നമുക്ക് സ്നാനപ്പെട്ടാലേ പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്ന് ചോദിച്ചാൽ. പക്ഷെ പരിശുദ്ധാത്മാവ് ലഭിച്ച വ്യക്തി ഒരിക്കലും സ്നാനത്തിനെ നോന്ന് പറയത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗലേഷ്യൻസ് 3:24-27 പറയുന്നത്, ഫോർ ആസ് മെനി ഓഫ് യു ഹാവ് ബീൻ ബാപ്റ്റൈസ്ഡ് ഇൻടു ക്രൈസ്റ്റ് ഹാവ് പുട്ട് ഓൺ ക്രൈസ്റ്റ്. അപ്പം ക്രിസ്തുവിനെ ധരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്നാനപ്പെടേണ്ടത്. ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ആത്മാവ് ലഭിക്കുന്ന കാര്യമായി പറയുന്നത്. ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ആത്മാവ് വരണമെങ്കിൽ നമ്മൾ ജഡത്തിൽ മരിക്കണം, ആ ആത്മാവിൽ വീണ്ടും ജനിക്കണം. ഓക്കെ, ഈ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒരു വ്യക്തി യേശു ക്രിസ്തുവിന്റെ അല്ലെന്ന് പറയുന്ന ഒരു വചനമുണ്ട്. റോമൻസ് 8:9
but ye are not in the flesh but in the spirit. അപ്പൊ നമ്മൾ ഇനി ഫ്ലഷിലല്ല ആത്മാവിലായി തീരണം. if so that the spirit of God dwells in you എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുമ്പോൾ, now if any man, ഏതെങ്കിലും ഒരു മനുഷ്യൻ have not the spirit of Christ, ക്രിസ്തുവിന്റെ ആത്മാവില്ലെങ്കിൽ he is none of his, അവൻ്റെതല്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശനമില്ല. പരിശുദ്ധാത്മാവ് ലഭിക്കാത്തവന് പ്രവേശനമില്ല. ഇതുകൊണ്ടാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 19 പൗലോസ് എഫെസസിലെ കുറച്ച് വിശ്വാസികളെ കണ്ടിട്ട് ചോദ്യം ഇതേ ഉള്ളൂ, സ്നാനപ്പെട്ടോ എന്നുള്ള ആദ്യമേ ചോദ്യമുള്ളത്. ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചോ? എന്താന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള അവകാശിയായി തീർന്നിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ പരിശുദ്ധാത്മാവിനെ പറ്റി കേട്ടിട്ടുമില്ല. അപ്പം പിന്നെ അവർ സ്നാനത്തെ പറ്റി ചോദിക്കുന്നു. സ്നാനം ചോദിക്കുമ്പോൾ മനസ്സിലാവുന്നത് റോങ് സ്നാനം ഏറ്റേക്കുന്നത്. അവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാൻ പൗലോസ് കൽപ്പിക്കുന്നു. അവർക്ക് സ്നാനപ്പെട്ട ഉടൻ തന്നെ നമ്മൾ കാണുന്ന പൗലോസ് അവരുടെ മേൽ കൈ വെക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും. ഇവിടെ നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ലഭിക്കണോ എന്നാ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് സ്വർഗരാജ്യം കാണാനൊക്കത്തില്ല. അതുകൊണ്ട് സ്നാനം മസ്റ്റ് ആണ്. ഒരു ക്രിസ്ത്യാനി സ്നാനപ്പെട്ടില്ല, കോളിംഗ് അപ്പോൺ ദ നെയിം ഓഫ് ദ ലോർഡ്, ആ നാമം യേശുവിന്റെ നാമത്തെ വിളിച്ച് സ്നാനപ്പെട്ടില്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെടത്തില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. വളരെ വ്യക്തമാണ്. എല്ലാ പോയിന്റുകളും അതുമായി ബന്ധപ്പെട്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്ത ചോദ്യം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി ബേബി അവറുകളോടാണ്. ചോദ്യം ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന എന്ന് പെന്തക്കോസ്തുകാർ അവകാശപ്പെടുന്നത് മത്തായി സുവിശേഷം 28:19 കൽപ്പനയാണ്. അപ്പോ സ്നാനം യേശുവിന്റെ ഈ കൽപ്പന പ്രകാരമല്ലേ കഴിക്കേണ്ടത്? ചില ആളുകൾ പറയുന്നത് സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് കഴിക്കേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ സ്നാനം കർത്താവിന്റെ കൽപ്പന പ്രകാരം മത്തായി സുവിശേഷം 28:19 പ്രകാരമല്ലേ കഴിക്കേണ്ടത് എന്നാണ് എന്റെ ചോദ്യം. അത് വിശദീകരിച്ചാൽ നന്നായിരുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോട് സ്തോത്രം. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുവാനിടയായി തീർന്നത്. അത് വളരെ അനുഗ്രഹവും സന്തോഷകരവുമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന എന്ന നിലയിൽ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യപ്രകാരം സ്നാനപ്പെടുത്തണം എന്നുള്ളത് അത് ശരിയാണോ? അങ്ങനെയാണോ സ്നാനപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുവാനിടയായി തീർന്നത്. തീർച്ചയായിട്ടും കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് മത്തായി സുവിശേഷം 28:19 പ്രകാരമാണ് സ്നാനം കഴിപ്പിക്കേണ്ടത്. സ്തോത്രം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാമെന്ന് ഉദ്ദേശിക്കുകയാണ്. മത്തായി സുവിശേഷം 28:18, 19 കൂടെ വാക്യങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തതായ നിർദ്ദേശം സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുവാനിടയായി തീർന്നു.
സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിക്കപ്പെട്ടവനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുത്ത് ആ ലോകത്തിലേക്ക് അയക്കുകയാണ്, സകല ജാതികളെയും ശിഷ്യരാക്കേണ്ടതിന് വേണ്ടി. അപ്പോ സകല ജാതികളെയും ശിഷ്യരാക്കേണ്ടതിന് വേണ്ടി അയക്കുമ്പോൾ അവർ ചെയ്യേണ്ടുന്ന ചില കർത്തവ്യങ്ങളെ കുറിച്ച് കർത്താവ് നിർദ്ദേശിക്കുവാനിടയായി തീർന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും, പിന്നീട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഉള്ളവനായ സർവശക്തനായ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കണം. എന്നിട്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് നമ്മൾ വായിക്കുന്നതായ ഭാഗങ്ങളിൽ സ്തോത്രം കർത്താവിനെ ഒരു ഏക വചന വ്യവസ്ഥയിലാണ് സംസാരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്ന വെവ്വേറെ ആളുകളല്ല, ഒരേ ഒരു ആളിൽ നിക്ഷിപ്തമായിരിക്കുന്ന വ്യത്യസ്തമാകുന്ന ശുശ്രൂഷകളെ അടിസ്ഥാനമാക്കിയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയുവാൻ കഴിയുന്നു. കർത്താവ് സകലത്തെയും സൃഷ്ടിച്ചവനെന്നുള്ള നിലയിൽ സകല സൃഷ്ടികളുടെയും പിതാവാണ് എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ ജനം പാപം ചെയ്ത് മരണത്തിന് വിധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മരണത്തിൽ നിന്നും അവരെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ഒരു മനുഷ്യത്വം സ്വീകരിച്ച് അഥവാ പുത്രത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വരേണ്ടതിന് സ്തോത്രം സർവശക്തനായ ദൈവം മുൻകൂട്ടി തീരുമാനമെടുത്തതനുസരിച്ച് താൻ പുത്രനായിട്ട് ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നു, അഥവാ ജഡത്തിൽ വെളിപ്പെട്ട് വരുവാനിടയായി തീർന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ തെരഞ്ഞെടുക്കപ്പെട്ടതായ തൻ്റെ മക്കളെ ഈ കാലഘട്ടത്തിൽ, ഈ കൃപായുഗത്തിൽ മറ്റു ലോകപരമായിട്ടുള്ള ജീവിത സ്വഭാവങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിലയിൽ അവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാവ് എന്ന നിലയിലും കർത്താവ് പ്രവർത്തിക്കുവാനിടയായി തീർന്നിട്ടുള്ളത്. ഇവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് മൂന്ന് വ്യക്തികളല്ല, ഒരേ ഒരു ദൈവത്തിൽ, ആത്മാവായ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന ത്രിവിധ ശുശ്രൂഷകളാണ് ഇവിടെ തെളിവായി കാണുവാൻ കഴിയുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അതിന് ഒന്ന് രണ്ട് വചനഭാഗങ്ങൾ കൂടെ ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പിതാവ് എന്റെ നാമത്തിലാണ് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ലോകത്തിലേക്ക് അയക്കുവാൻ ഇടയായിത്തീരുന്നത്. ആ പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വരുമോ ആ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് സംസാരിച്ച സകല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുവാൻ ഇടയായി തീരും എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. പിന്നീട് പുത്രനെ സംബന്ധിച്ച് നമ്മൾ പിതാവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വേദഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. ഇത് സ്തോത്രം പിതാവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ പിതാവാണ്, പിതാവിന്റെ നാമത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് യേശു ക്രിസ്തു പറയുവാനിടയായി തീർന്നു. സ്തോത്രം. എങ്കിലും നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ കൈക്കൊള്ളും എന്ന് പറഞ്ഞാൽ അത് എതിർ ക്രിസ്തുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുവാനിടയായി തീർന്നു.
പിതാവിന്റെ നാമത്തിൽ വന്നവനായ സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരമുള്ളവനായ കർത്താവ് സ്തോത്രം ലോകത്തിൽ വന്നിട്ടും അവനെ വിശ്വസിക്കുവാനോ അവന്റെ വാക്കുകൾ കേൾക്കുവാനോ ജനത്തിന് മനസ്സില്ലാതെ താല്പര്യമില്ലാതെ മറുത്ത് മത്സരിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുകയാണ്, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ കടന്നു വന്നാൽ അവനെ നിങ്ങൾ സ്വീകരിക്കും. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൂതൻ യോസഫിനോട് പറയുന്നതാണ്, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ഇത് പുത്രന്റെ നാമമാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ലോകത്തിലേക്ക് വരുന്നതെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. പുത്രൻ വന്നത് പിതാവിന്റെ നാമത്തിലാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് മത്തായി സുവിശേഷം 1:21 അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്ന വെവ്വേറെ ആളുകളല്ല, വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നവരുമല്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരു നാമമുണ്ട്. ആ നാമം യേശു എന്നാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. അപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെയാണ് സ്നാനം കഴിപ്പിക്കേണ്ടത്. പക്ഷെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്നാനപ്പെടുത്തുന്ന ആ സ്ഥാനനാമങ്ങൾ ഉച്ചരിക്കുന്ന സ്നാനം ശരിയായ സ്നാനമല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ലോകത്തിന് വെളിപ്പെട്ട സർവശക്തനായ ദൈവത്തിന് ഒരു നാമമുണ്ട്. ആ നാമമാണ് യേശു എന്ന നാമം. ആ നാമത്തിലാണ് സ്നാനം കഴിപ്പിക്കണമെന്ന് കർത്താവ് പ്രസ്താവിച്ചതും പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരായ ശിഷ്യന്മാർ അതനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജനത്തിൽ സ്നാനപ്പെടുത്തുവാൻ ഇടയായി തീർന്നു എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്നാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് നാമം ഉച്ചരിക്കുമ്പോൾ പറയേണ്ടത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നത് യേശുവാണ്. ആ നാമത്തിലാണ് സ്നാനം കഴിപ്പിക്കേണ്ടത്. അല്ലാതെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് സ്നാനം കഴിപ്പിച്ചാൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതായിട്ട് വരുന്നില്ല. കൽപ്പന അനുസരിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം കഴിപ്പിക്കേണ്ടത്. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രാപിച്ച ശിഷ്യന്മാർ ചെയ്തത്. അങ്ങനെ സഭ ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അത് ചെയ്താൽ നന്ന് ദൈവരാജ്യത്തിൽ കടന്നു പോകാം. ദൈവം എവരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. വളരെ വ്യക്തമാണ് പാസ്റ്ററുടെ ചോദ്യത്തിന്റെ ഉത്തരം. ഇത്തരം സ്ഥാനനാമങ്ങൾ സ്നാനം കഴിപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവര് ഇന്നത്തെ ഈ സെഷൻ കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി വ്യക്തമായ പരിജ്ഞാനം ലഭിക്കാൻ ഈ ഉത്തരത്തിന് കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്റെ മൂന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ഗീവറീസ് ബ്രദറിനോടാണ്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചതായി കാണുന്നു. അപ്പോസ്തലന്മാർ യേശുവിന്റെ കൽപ്പന ലംഘിച്ചു എന്നല്ലേ കരുതേണ്ടത്? അതുകൊണ്ടാണോ ചില പെന്തക്കോസ്തുകാർ ഞങ്ങൾ ഗുരു പറഞ്ഞത് അനുസരിക്കൂ, അപ്പോസ്തലന്മാർ യേശുവിന്റെ കൽപ്പന ലംഘിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്? ശരിക്കും അവർ യേശുവിനോട് അനുസരണക്കേട് കാട്ടിയിട്ടുണ്ടോ? ചോദ്യം കേട്ടോ മിസ്റ്റർ ഗീവറീസ്? കേട്ടു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവരോടും നന്ദി ചോദിക്കുന്നു. എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, അപ്പോസ്തലന്മാരെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിലല്ലേ സ്നാനം കഴിപ്പിച്ചത്? അത് യേശു ക്രിസ്തു പറഞ്ഞതിന് വിപരീതമല്ലേ എന്നുള്ള കാര്യമാണ് ജോസ് ബ്രദറിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ.
അപ്പോസ്തലന്മാർ കർത്താവിന്റെ കൂടെ 3.5 വർഷം ഒരുമിച്ച് നടക്കുകയും അവരോട് കർത്താവിനോടൊപ്പം ശുശ്രൂഷ ചെയ്യുകയും ചെയ്തവരാണ്. കർത്താവ് തിരഞ്ഞെടുത്തവരാണ്. അവർക്ക് ഒരിക്കലും കർത്താവ് അവർക്ക് വാഗ്ദത്തങ്ങളും പരിശുദ്ധാത്മാവിനെയും നൽകിയിട്ട് അവര് വിപരീതമായി സംസാരിക്കുമെന്ന് ആരും ഈ കാലങ്ങളിൽ വിശ്വസിക്കുന്നില്ല. കാരണം ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 49-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലന്മാരോട് പറയുന്നുണ്ട്, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങൾ ഉയരത്തുനിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ പരിശുദ്ധാത്മാവ് ലഭിച്ച ശേഷമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2:38 യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. കാരണം നമ്മള് ചിന്തിക്കുമ്പോ മത്തായിയുടെ സുവിശേഷത്തിലാണ് നമ്മൾ കാണുന്നത് 28:19 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനത്തെ കുറിച്ച്. അപ്പോ ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പിസ്കോപ്പൽ സഭകൾ മുതൽ ബെന്തിക്കോസ് സഭകൾ വരെ ചിന്തിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന് പറയുമ്പോൾ അവിടെ 3 പേരുണ്ടെന്നും 3 വ്യക്തിത്വങ്ങളുണ്ടെന്നും 3 ദൈവങ്ങളുണ്ടെന്നും ഒക്കെയാണ് അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ പറയും പിതാവിന്റെ പേര് യഹോവ എന്നാണ്, യഹോവയുണ്ട് അവിടെ. പുത്രൻ എന്ന് പറയുമ്പോൾ അവിടെ യേശു ക്രിസ്തു ഉണ്ട്. അതുപോലെ തന്നെ ആത്മാവെന്ന് പറയുമ്പോൾ 3ാമത്തെ വ്യക്തിത്വമുണ്ട്. അങ്ങനെ 3 പേര് അല്ലെങ്കിൽ 3 ദൈവങ്ങളുടെ നാമത്തിലാണ് സ്നാനം വേണമെന്നാണ് അവര് കാലാകാലങ്ങളായി പഠിപ്പിച്ചു വരുന്നത്. കാരണം അവരുടെ പിതാക്കന്മാർ അവരെ അങ്ങനെ പഠിപ്പിച്ചു എന്നാണ് അവര് പറഞ്ഞ് അതിനെപ്പറ്റി നിഗമനത്തിലെത്തുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് ലഭിച്ച അപ്പോസ്തലന്മാർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് കിട്ടി. ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും യോഹന്നാന്റെ സുവിശേഷം, അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം യേശുക്രിസ്തുവിന്റെ നാമം അല്ലെങ്കിൽ നാമങ്ങൾ എന്ന് വരുന്നു. പക്ഷെ നാമങ്ങളൊന്നും അവിടെ വരുന്നില്ല, അവിടെ നാമമൊന്നും മാത്രമേ വരുന്നു. അപ്പം ഈ നാമം ഈ 3 പേരുടെ ഒറ്റ നാമമായിരിക്കണം. അങ്ങനെ ആവണം, അല്ലെങ്കിൽ 2:38 തെറ്റും എന്നുള്ള കാര്യം വളരെ വ്യക്തമായ കാര്യമാണ്. അപ്പോ നമ്മള് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 43-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 43-ാമത്തെ വാക്യത്തിൽ ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറയുകയാണ്. അപ്പൊ പിതാവിന്റെ നാമം ഏതാണ്? യേശുക്രിസ്തു എന്നാണ്, അല്ലെ? അപ്പൊ മത്തായിയാണ് 28:19 എഴുതിയത്. അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാർക്ക് ലഭിക്കുമ്പോൾ മത്തായി അവിടെ ഉണ്ട്. എന്നിട്ട് മത്തായി എന്തുകൊണ്ട് പത്രോസിനെ തിരുത്തിയില്ല? എന്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവ് എന്നാണല്ലോ, എന്തുകൊണ്ട് പത്രോസിനെ നിങ്ങൾ തിരുത്തി എന്ന് ചോദിക്കേണ്ടതായിരുന്നു. പക്ഷെ ചോദിച്ചില്ല. എന്ത് ചോദിച്ചില്ല? കാരണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഇനി ഞാൻ ഓരോ വാക്യം കൂടെ വായിക്കുമ്പോൾ നമ്മള് 17-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 11-12 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഇനി ഞാൻ ഈ ലോകത്തിരിക്കുന്നില്ല, ഇവരോ ലോകത്തിരിക്കുന്നു. ഞാൻ എന്റെ അടുക്കൽ വരുന്ന പരിശുദ്ധ പിതാവേ, അവർ നമ്മളെ പോലെ ഒന്നാകേണ്ടത് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണം. യേശുക്രിസ്തു, പിതാവിന്റെ നാമം യേശുക്രിസ്തു എന്ന് തന്നെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 1:21 നമ്മൾ വായിക്കുമ്പോൾ, മത്തായി 1:21 21-ാമത്തെ വാക്യത്തിൽ എഴുതുന്ന, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേര് ഇടണം. അപ്പൊ പുത്രന്റെ പേരെന്താണ്? യേശു ക്രിസ്തു എന്ന് തന്നെയാണ്, അല്ലെ? ഇനി പരിശുദ്ധാത്മാവിന്റെ പേരെന്താണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14:26 നമ്മൾ വരുമ്പോൾ 14:26 ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരും, ഞാൻ നിങ്ങളോട് പറഞ്ഞു നോക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോ പരിശുദ്ധാത്മാവിന്റെ പേരെന്താണ്? യേശുക്രിസ്തു തന്നെയാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലന്മാർ ഒരിക്കലും അനുസരണക്കേട് കാട്ടിയതായിട്ട് ദൈവവചനത്തിലെങ്കിലും കാണുന്നില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം യേശു ക്രിസ്തുവിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ നാമത്തിൽ അവർ സ്നാനം കഴിപ്പിച്ചത്. തൃത്വക്കാരാണ് അതിനെ തിരുത്തുന്നത്. 3 ദൈവങ്ങളുടെ പേരാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അങ്ങനെ ഇല്ല.
പിതാവ് പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം ഏതാണ്? യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഉത്തരം എല്ലാവർക്കും വിശ്വസനീയമായെങ്കിൽ ഞാൻ നിർത്തുക. താങ്ക് യു ബ്രദർ. വളരെ വ്യക്തമാണ് ഉത്തരം. സംശയം കൂടാതെ ആളുകൾക്ക് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർക്ക്, പാരമ്പര്യം പിടിച്ച് തൂങ്ങിക്കിടക്കാതെ മനസ്സിലാക്കി സത്യവചനത്തെ യഥാർത്ഥമായി കേട്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരമായിരിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എന്റെ അടുത്ത ചോദ്യം, തിമോത്തിയുടെ ലേഖനം 2 തിമോത്തി 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ബൈബിളിലെ എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയം എന്ന് പറയുന്നു. ഓൾ സ്ക്രിപ്റ്റേഴ്സ് ആർ ഇൻസ്പയർഡ് ബൈ ദ വേർഡ് ഓഫ് സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അപ്പം എന്നിട്ട് ബൈബിൾ മത്തായി 28:19 യേശുവിന്റെ കൽപ്പനയും പ്രവർത്തികളുടെ പുസ്തകത്തിൽ നടക്കപ്പെട്ട സ്നാനങ്ങളും തമ്മിൽ വലിയ അന്തരം കാണുന്നു. ഇത് വിചിത്രമായിട്ട് തോന്നുന്നില്ലേ എന്നാണ് എന്റെ ചോദ്യം. അത് വിൽസൺ ബെഞ്ചമിനോടാണ് എന്റെ ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ചോദിച്ച ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ്. പല രീതിയിലുള്ള കാര്യങ്ങളാണോ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പറഞ്ഞ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. നമ്മൾ കാണുന്നു പൗലോസ് അപ്പോസ്തലൻ പലയിടത്തും ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിച്ച സുവിശേഷം അല്ലാതെ വേറെ ഒരു സുവിശേഷം ഞങ്ങളാകട്ടെ മറ്റ് സ്വർഗത്തിൽ നിന്നും ഉള്ള ഏതെങ്കിലും ദൂതന്മാർ ആകട്ടെ ആരെങ്കിലും വന്ന് പുതിയൊരു സുവിശേഷം അറിയിച്ചാൽ അത് ശപിക്കപ്പെട്ടവന്റെ സുവിശേഷം എന്ന് പറയുന്നു. നമ്മൾ കാണുന്നു അപ്പോസ്തലന്മാര് ഒരുപോലെ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ അവർ പറയുന്നു, ഒരു ആത്മാവ്, ഒരു ശരീരം, ഒരു സ്നാനം, ഒരേ ഒരു ദൈവം, അവൻ സകലത്തിനും മീതെ ഉള്ളവൻ, സകലത്തിന്റെയും സകലവും അവൻ മുഖാന്തരവും അവൻ തന്നെ ഓരോ രക്ഷിക്കപ്പെട്ടവരിലും. അപ്പം ഒരേ ദൈവത്തിന്റെ ആത്മാവാണ് എല്ലാവരിലും പ്രവർത്തിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറയും. പിന്നെ നമ്മൾ കാണുന്നു പഴയ നിയമത്തിലെ പ്രവാചകന്മാർ അവർ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേൽ കടന്നു വന്നു, ദൈവത്തിന്റെ വചനം എനിക്ക് എൻ്റെ അടുക്കെ വന്നു, പിന്നെ പറയുന്നു ദൈവത്തിന്റെ കൈ എൻ്റെ മേൽ വന്നു. ഇതൊക്കെ പ്രവാചകന്മാർ ആരെ പറ്റി പറയുന്നു എന്ന് നമ്മൾ ഒന്ന് അപ്പോസ്തലന്മാരുടെ കാര്യം കേട്ടാൽ, 1 പത്രോസ് അതിന്റെ 1:10-11 പറയുന്നു വളരെ വ്യക്തമായിട്ട്, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ സംസാരിച്ചത് സകലതും ക്രിസ്തുവിന്റെ ആത്മാവാൽ ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുമ്പോഴും ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോഴും ദൈവത്തിന്റെ വലതുകരം എന്ന് പറയുമ്പോഴും ദൈവത്തിന്റെ കരം എന്ന് പറയുമ്പോഴും ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവാണെന്ന് വളരെ വ്യക്തമായിട്ടുള്ള വചനമാണ് 1 പത്രോസിൽ അതിന്റെ 10-11 1-ാമത്തെ അധ്യായത്തിൽ വാക്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ വളരെ വ്യക്തമായിരിക്കുന്നു. 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ദൈവം പണ്ട് ഭാഗമായി പ്രവാചകന്മാരിൽ കൂടെയും ഇന്ന് ഈ അന്ത്യനാളുകളിൽ ദൈവം തന്റെ പുത്രനിൽ കൂടെ സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം തന്നെ ആത്മാവായിരിക്കുന്ന ദൈവം പണ്ട് തന്റെ പ്രവാചകന്മാരിൽ കൂടെയും ഇന്ന് തന്റെ പുത്രനിൽ കൂടെയും നമ്മളോട് സംസാരിക്കുന്നു. ഇന്ന് നമ്മളിൽ കൂടെ സംസാരിക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവാണെങ്കിൽ, പുത്രത്വത്തിന്റെ ആത്മാവാണെങ്കിൽ, ആ ഒരു പിതാവിന്റെ ആത്മാവ് നമ്മളിൽ വസിച്ച് കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, ഞാൻ നിങ്ങളിലായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച് ആ ഒരു പരിശുദ്ധ ആത്മാവിൽ കൂടെ, ക്രിസ്തുവിന്റെ ആത്മാവിൽ കൂടെ സംസാരിക്കുന്ന ഓരോരുത്തരും പറയുന്ന വാക്യങ്ങൾ അത് ദൈവശ്വാസ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാര് പറഞ്ഞതോ അപ്പോസ്തലന്മാര് പറഞ്ഞതോ
എല്ലാം ക്രിസ്തുവിന്റെ ആത്മാവിൽ കൂടെ തന്നെ അവർ ഒരേ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളിൽ ക്രിസ്തുവിന്റെ ആത്മാവ് വേണം. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8-9-10 വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനുള്ളത്, നിങ്ങളിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന് ഉള്ളത്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവരോ അവർ ദൈവത്തിങ്കൽ ഉള്ളവരല്ല, അവർ ആത്മാവിലുള്ളവരല്ല. അവർക്ക് ഈ കാര്യം ഒരിക്കലും മനസ്സിലാകത്തില്ല. എന്തുകൊണ്ട്? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ആ ഒരു കൽപ്പനകൾ അവർ എന്തുകൊണ്ട് ഏത് രീതിയിൽ പാലിച്ചു എന്നുള്ള കാര്യം അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുമ്പോൾ അവർക്ക് വ്യത്യസ്തമായി തോന്നാമെങ്കിലും നമുക്കറിയാം ഈ വചനങ്ങളെല്ലാം 66 പുസ്തകങ്ങൾ, അതായത് കർത്താവിനെ കൊന്ന റോമ സാമ്രാജ്യം, ഒരു നമ്മുടെ നാട്ടിൽ ചില വിഷമിറക്കുന്ന ഈ വൈദ്യന്മാരുണ്ട്, അവരീ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറപ്പിക്കുമെന്ന് പറയും. അപ്പൊ അതൊരു ചൊല്ലുപോലും ഉണ്ടല്ലോ. അപ്പൊ അതുപോലാണ് ദൈവം കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഈ ലോകം മൊത്തം ബൈബിള് കൊണ്ടുപോകാൻ വേണ്ടി അവരെ ഉപയോഗിക്കുകയും അവരെ തന്നെ ബൈബിൾ ക്രോഡീകരിക്കുവാൻ ഉപയോഗിക്കുകയും ഈ 66 പുസ്തകങ്ങളും അവര് തന്നെ ക്രോഡീകരിച്ച് നമുക്ക് നൽകുകയും ചെയ്ത് ഇന്ന് നമ്മുടെ കയ്യിൽ ദൈവവചനം അത്ഭുതകരമായിട്ടുണ്ട്. ഇത് ഓരോന്നും എഴുതപ്പെട്ടത് ദൈവത്തിന്റെ ആത്മാവാലാണെന്ന് ഇന്ന് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവ് പ്രാപിക്കുന്നവർക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. അത് ആ ഒരു സ്നാനത്തിൽ കൂടെ, ആ ഒരു കർത്താവിലുള്ള മരണത്തിൽ കൂടെ ക്രിസ്തുവിലേക്ക് ചേർക്കപ്പെട്ട ഓരോരുത്തർക്കും ആ ആത്മാവ് ലഭിക്കുമ്പോൾ അവർക്ക് മനസ്സിലായിത്തീരും. ഉത്തരം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച് ബ്രദർ. വളരെ നല്ല ഉത്തരമായിരുന്നു. ഒപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കുന്ന എന്ന് പറയുന്നത് വളരെ എക്സാക്ട്ലി യോജിക്കും. കാരണം അത് ഈ ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയം മുതൽ റോമൻ ഇടപെടലുണ്ട്. പിന്നീട് ഇത് റോമൻ കാത്തലിക്കായിട്ട് മാറിയപ്പോൾ ബൈബിൾ അടക്കമുള്ള കാര്യങ്ങളെ മുഴുവൻ ലോകത്തിന് തരാനും അത് ആവശ്യക്കാർക്ക് പ്രയോജനപ്പെടേണ്ടതിനും അവർക്കത് പ്രയോജനം ഇല്ലാതെയായി തീരേണ്ടതിനും ദൈവം അവരെ തന്നെ ഉപയോഗിച്ചു എന്നുള്ള ആ ഒരു ഫ്രൈസ് എനിക്ക് വളരെ ആകർഷണീയമായിട്ട് തോന്നി. കാരണം റോമൻസിനെ കൊണ്ട് തന്നെയാണ് ദൈവം, റോമൻ കാത്തലിക്കിനെ കൊണ്ടാണ് ഈ ബൈബിള് നമുക്ക് തന്നത്. അതിന് അവർക്ക് വലിയ അഭിമാനമുണ്ട്. പക്ഷെ അവർക്ക് പ്രയോജനമൊന്നും ചെയ്തില്ലെങ്കിലും നമുക്കത് പ്രയോജനം ചെയ്തു. അതുകൊണ്ട് വളരെ വ്യക്തമായിരുന്നു ഉത്തരം. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. ഉൽപ്പത്തി 1:1 മുതൽ വെളിപ്പാട് അവസാനം 22 വരെയുള്ള മുഴുവൻ വാക്യങ്ങളും ആത്മാവുള്ളവർക്ക്, ദൈവത്തിന്റെ ആത്മാവുള്ളവർക്ക് അത് ഒരിക്കലും കോൺട്രഡിക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. അല്ലാത്തവർക്ക് മനുഷ്യന്റെ ബുദ്ധിയിലും പിശാചിന്റെ ആത്മാവിനും അനുസരിച്ച് നടക്കുന്നവർ വളരെ പ്രയാസപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വളരെ വ്യക്തമായ ഉത്തരം നൽകിയതിനായി നന്ദി പറയുന്നു. അടുത്ത എന്റെ ചോദ്യം വീണ്ടും പാസ്റ്റർ ബേബി അവர்களോടാണ്. ചോദ്യം നമ്പർ 5 നമ്മള് ഇങ്ങനെ പൊതുവായിട്ട് കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് പുതിയതായിട്ട് ഈ ദൈവവചനം ഒക്കെ കേട്ടുവരുന്നവര് ചോദിക്കും, അവര് ശരിയാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക ദൈവമാണ് എന്നൊക്കെ അവർ സമ്മതിക്കും. പക്ഷെ അവര് സ്നാനം വീണ്ടും അവർ യേശുക്രിസ്തു നാമത്തിൽ കഴിക്കണമെന്ന് പറയുമ്പോൾ അവർ പറയും, അയ്യോ അതിന്റെ ആവശ്യമുണ്ടോ? ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം ഏറ്റവരാണ്, ഇനി ഒന്നുകൂടെ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന്, ആവശ്യമുണ്ടോ എന്നുള്ളൊരു സംശയം ചോദിക്കുന്ന ആളുകളെ എന്റെ ജീവിതത്തിൽ ഞാൻ ധാരാളം പേരിൽ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ചില ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഭൂരിഭാഗം ആളുകൾ അതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ചോദ്യം ഇത് തന്നെയാണ്. മത്തായി 28:19 പറയുന്ന പ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുഴുവൻ സ്നാനം ഏറ്റവര് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം പിന്നീട് ഏൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കർത്താവിന്റെ നാമത്തിന് നന്ദിയോട് സ്തോത്രം. വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു ചോദ്യമാണ് വീണ്ടും ലഭിക്കുവാനിടയായി തീർന്നത്. മത്തായി സുവിശേഷം 28:19 പറയുന്ന പ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിന്നീട് സ്നാനപ്പെടേണ്ടതായിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ചോദിക്കുവാനിടയായി തീർന്നത്. എന്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം മുൻപേ പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഞാനൊരു സമുദായ സഭയുടെ വിശ്വാസിയായിരുന്നു. എന്നാൽ എനിക്ക്
അവിടുത്തെ വിശ്വാസവും അവിടുത്തെ പ്രവർത്തനങ്ങളും അത്ര സുഗമമായി തോന്നാതെ വന്നപ്പോൾ പെന്തക്കോസ്ത് സമൂഹത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ആദ്യമായിട്ട് കടന്നുപോയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നവരുടെ ഇടയിലേക്കാണ്. ഏതാണ്ട് 9 മാസക്കാലം അവരുമായിട്ട് കൂട്ടായ്മയിൽ കൂടി നടന്നു. അങ്ങനെ ആ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഒരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിന്റെ ഒരു സന്ദർശനം ഉണ്ടാവുകയും എന്നോടായി കർത്താവ് സംസാരിച്ചത്, നിനക്ക് ആരാധന ഇവിടെയല്ല, നിനക്കായി ഞാനൊരു ആരാധന ഒരുക്കുന്നു എന്നൊരു ശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ വളരെ പ്രാർത്ഥിച്ചു, ഇതെവിടെയാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ളതായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായി. എങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ഭവനത്തിൽ വെച്ചൊരു പ്രാർത്ഥന നടത്തേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഭവനത്തിൽ തന്നെ സഭാപ്രവർത്തനം ആരംഭിച്ചു. 1995 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ആയിരുന്നത്. ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ അന്ന് ആ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും കർത്താവിന്റെ കൃപയാൽ പിന്നീട് ധാരാളം ആത്മാക്കളെ കർത്താവ് തരികയും പ്രവർത്തനത്തെ വിശാലമാകുവാൻ സഹായിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥിച്ചു നിർത്തുന്ന ഒരു സംവിധാനമായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. എന്നാൽ ഭാഗ്യവശാൽ യേശുക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ചുള്ളതായ ഉപദേശ സത്യം ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. എങ്കിലും അതങ്ങോട്ട് ഉൾക്കൊള്ളുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. പിന്നെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 8 പേരെ സ്നാനപ്പെടുത്തി യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഒരു പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുൻപോട്ട് കടന്നുപോയി. എങ്കിലും 1 വർഷത്തിലേറെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുള്ളതായ ആ വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ആയിരുന്നു എന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ള കർത്താവിന്റെ ദാസന്മാരൊക്കെ എന്നെ ഉപദേശിച്ചു, അങ്ങനെയല്ല, യേശുക്രിസ്തുവിന്റെ നാമത്തിലേക്ക് കടന്നു വരണം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടു. എങ്കിലും ഞാൻ അതിന് തയ്യാറായില്ല. സ്വർഗത്തിലെ ദൈവം എനിക്ക് അങ്ങനെ ഒരു വെളിപ്പാട് തന്നാൽ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു. ഏതാണ്ട് 1 വർഷത്തിലധികം ഞാൻ അങ്ങനെ തന്നെ അവരുമായിട്ട് കൂട്ടുചേർന്ന് പോയി. എങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രാർത്ഥനയിൽ കർത്താവിന്റെ നാമത്തിലുള്ള സ്നാനത്തെ കുറിച്ചുള്ള സത്യം എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുവാനും ഞാൻ അതിന്റെ അടുത്ത ദിവസം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് കർത്താവിന്റെ സഭയോട് ചേർന്ന് വിശ്വാസത്തിൽ നിൽക്കുകയാണ് ഇന്ന് വരെ. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, സ്നാനം എന്ന് പറഞ്ഞാൽ അതിനെ ജാതികളും ചെയ്യുന്ന ഒരു ക്രിയയാണ്. അതിന് കുളി എന്ന അർത്ഥമുണ്ട്, കഴുകൽ എന്ന അർത്ഥമുണ്ട്, മുഴുകൽ എന്ന അർത്ഥമുണ്ട്, അഴുത്തുക എന്ന അർത്ഥമുണ്ട്. ഇങ്ങനെ വിവിധ അർത്ഥങ്ങൾ സ്നാനം എന്ന വിഷയത്തിലുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതൽ, ഒരു ക്രിസ്തീയ വിശ്വാസി എങ്ങനെ സ്നാനമേൽക്കണം എന്നുള്ളതാണ് ദൈവവചനത്തിൽ പ്രസക്തമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം. സ്തോത്രം. ഒന്നിലധികം സ്നാനമില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു: നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവസഭയെ വിളിക്കുമ്പോൾ, അതായത് എഫെസോസിലുള്ളതായ വിശ്വാസികളോട് സംസാരിക്കുന്നതാണല്ലോ വിശുദ്ധ പൗലോസ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അത് മഹത്വത്തിന്റെ പ്രത്യാശയായ കർത്താവ്
നമ്മെ ചേർക്കുവാൻ അഥവാ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കടന്നു വരുമെന്നുള്ളതായ ഒരു പ്രത്യാശയാണ് കർത്താവിന്റെ ആത്മാവ് അവർക്ക് നൽകുവാനിടയായി തീർന്നു. സ്തോത്രം. ഇവിടെ പിന്നീട് പറയുന്നത് ശരീരം ഒന്ന് എന്ന് പറയുവാനിടയായി തീർന്നു. ശരീരം ഒന്ന് എന്ന് പറയുന്നത് ശരീരം യേശു ക്രിസ്തുവിന്റെ സഭയെ സംബന്ധിച്ചാണ് ശരീരം ഒന്ന് എന്ന് പറയുന്നത്. ആത്മാവ് ഒന്ന്, സ്തോത്രം, അത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നതാണ്. കർത്താവ് ഒരുവൻ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. വിശ്വാസം ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിലുള്ളതായ വിശ്വാസമാണ്. സ്നാനം ഒന്ന്, അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണ്. എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായ ഒരുവൻ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും മീതെ ഉള്ളവൻ സർവശക്തനായ ദൈവമാണ്. എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. എല്ലാവരിലും ഇരിക്കുന്നവൻ കർത്താവാണ്. ഈ എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി അവനാണ് ദൈവവും പിതാവ്. ഒരുവൻ മാത്രമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് സ്വതം ഒരുവൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് സ്നാനം ഏൽക്കുന്നത് കൊണ്ട് ഒരിക്കലും അവന്റെ പാപം മോചിച്ചു കിട്ടുകയില്ല എന്ന് ദൈവവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഒരുവന്റെ രക്ഷ പൂർണ്ണമാകണമെങ്കിൽ അവൻ ഒന്നാമതായി മാനസാന്തരപ്പെട്ടവനായിരിക്കണം. മാനസാന്തരപ്പെട്ട വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് സ്നാനമേറ്റവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കേണ്ടതായിട്ട് വരുന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നു, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വാക്കിനാലും ക്രിയയാലും ചെയ്യുന്ന അതിമഹത്തേറിയ ഒരു ശുശ്രൂഷയാണ് സ്നാനം എന്ന വിഷയം. അത് ആര് ചെയ്താലും യേശു ക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കണം ചെയ്യേണ്ടത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ മറ്റേതെങ്കിലും നാമങ്ങൾ ഉപയോഗിച്ച് സ്നാനപ്പെടുത്തുന്നവൻ ദൈവവചനത്തിന്റെ വ്യവസ്ഥ അനുസരിച്ചല്ല ചെയ്യുന്നത്, ദൈവ കൽപ്പനയുമല്ല പാലിക്കപ്പെടുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിക്കും പാപം മോചിച്ച് കിട്ടുകയില്ല. പാപം മോചിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ കടന്നു പോകാൻ കഴിയുന്നില്ല. ദാസന്മാർ അതെല്ലാം ഓർമ്മപ്പെടുത്തിയല്ലോ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനമേൽക്കേണ്ടത്. വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണമെന്ന് ദൈവകൽപ്പന നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ ആരെങ്കിലും സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എത്രയും വേഗത്തിൽ പാപങ്ങളുടെ മോചനത്തിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. ഇല്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. കർത്താവ് വരാൻ കാലമായി. താങ്ക് യു വെരി മച്ച് ബ്രദർ പാസ്റ്റർ. വളരെ വ്യക്തമാണ് ഉത്തരം. അവസാനത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി ബ്രദർ ഗീവറീസിനോടാണ് എന്റെ അവസാനത്തെ ചോദ്യം. ചോദ്യം എങ്ങനെയാണ്? സ്നാനം യേശുവിന്റെ നാമത്തിൽ എടുക്കണമെന്ന് ചിലർ പറയുന്നു. അവർ ബൈബിളിൽ നിന്നും തെളിവ് കാണിക്കുകയും ചെയ്യുന്നു. ശരിക്കും സ്നാനത്തിൽ ഒരു നാമത്തിന് ഇത്രമാത്രം പ്രസക്തി കൊടുക്കേണ്ടതുണ്ടോ? തീർച്ചയായും സ്നാനത്തിന് തീർച്ചയായും ഒരു പേരിന്റെ ഒരു പ്രാധാന്യമുണ്ട്. ഇല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2:38 പത്രോസ് തന്റെ വിശ്വാസികളോട് പറയുകയില്ലായിരുന്നു. 2:38 വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ആ നാമം പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. അപ്പോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പാപത്തിനുള്ള മോചനം അല്ലെങ്കിൽ മാനസാന്തര സ്നാനം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്
അതായത് പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൽ ഒരു നാമമില്ല, അത് സ്പെസിഫിക് ആയ നാമമുണ്ട്. പിതാവ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്, പുത്രൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു ടൈറ്റിലാണ്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ 4:12 വായിക്കുന്ന ഇങ്ങനെയാണ്: മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ആ നാമം തന്നിരിക്കുന്നത്, അല്ലെ? സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ നാമത്തിലൂടെ അല്ലാതെ ഒരു നാമത്തിലും രക്ഷയില്ല. യഹോവയുടെ നാമത്തിലാണോ രക്ഷ, അതോ പിതാവിന്റെ നാമത്തിലാണോ, പുത്രന്റെ നാമത്തിലാണോ? അല്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് രക്ഷയുള്ളത് എന്നാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. അതിന് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അവർ തന്നെ പറയുന്നുണ്ട്, അവർ പഠിപ്പിച്ചതിന് വിപരീതമായി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ഇന്നത്തെ കവല പ്രസംഗങ്ങളിലും മറ്റ് സ്റ്റേജുകളിലും ഒക്കെ പ്രസംഗിക്കുകയാണ് ഈ മറ്റൊരുത്തരും രക്ഷയില്ലാന്ന്. ഇത് സ്ഥിരമായി കേൾക്കുന്ന ഒരു വചനമാണ് എല്ലാവരും. പക്ഷേ എങ്കിലും അവരോട് സ്നാനത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും 3 പേരുണ്ടെന്നും 3 വ്യക്തിത്വങ്ങൾ ഉണ്ടെന്നും ഒക്കെ പറയും. കാരണം നാമത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട്. കാരണം ജനത്തെ അവന്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കേണ്ടതിന് യേശു എന്ന പേരിടണമെന്ന് മത്തായിയുടെ സുവിശേഷം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടും ആരും അതിനെ പാലിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നാമത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഉത്തരം എല്ലാവർക്കും ലഭിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിർത്തുന്നു. സൗണ്ട്. താങ്ക് യു വെരി മച്ച്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് വ്യക്തമായി രേഖപ്പെടുത്തിയത് ലൂക്കോസ് അപ്പോസ്തലന്റെ 24-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ മത്തായി 28:19 ശേഷമുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. പിന്നെ കർത്താവ് സ്ട്രെയിറ്റ് അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് കയറി പോവാണ്. അപ്പോൾ അവിടെ വെച്ച് കർത്താവ് പറയുന്ന അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുകയും വേണം എന്ന് പറയും. അപ്പോ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കേണ്ടത് എന്നുള്ള കാര്യവും കർത്താവ് സ്പെസിഫിക് ആയിട്ട് ശിഷ്യന്മാരെ അറിയിച്ചു. തുടർന്നാണ് അവര് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന് അവർ കാത്തിരിക്കുകയും ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർക്ക് കർത്താവ് താൻ കൂടെ ഇരുന്നപ്പോൾ അവരെ പഠിപ്പിച്ചത് അവർക്ക് മനസ്സിലാവാതിരുന്നതൊക്കെയും ഓർമ്മപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാലും പ്രചോദനത്താലും നൽകപ്പെട്ട ശുശ്രൂഷയുടെ ഭാഗമായി അവർ യെരൂശലേമിൽ ആദ്യമായി 3000 പേരെ പത്രോസിന്റെ പ്രസംഗത്തിനൊടുവിൽ സ്നാനം കഴിപ്പിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് ഇങ്ങോട്ട് മുഴുവൻ സ്നാനവും ബൈബിളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നും നാം കാണുന്നുണ്ട്. നമ്മൾ ഇന്ന് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവകൃപയാൽ വളരെ സമൂഹത്തിൽ വളരെ സംശയകരമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്ന് JCNDCയുടെ ഈ ചാനലിൽ ഇവിടെ ദൈവകൃപയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഉപയോഗിച്ച് ജനത്തിന്റെ പ്രയോജനത്തിലേക്ക് വേണ്ടി ഇന്ന് ചെയ്തത്. ഞാൻ വിചാരിക്കുന്നത് ഇത് വിവേകത്തോടു കൂടി, അതായത് പഴയ വചനത്തിലും പഴയ നിൽക്കുന്ന സ്ഥാപന മതങ്ങളിലും ആശ്രയിക്കാതെ ദൈവത്തിന്റെ വചനം സത്യമായി വിശ്വസിക്കുന്ന ഏതൊരാൾക്കും സത്യത്തെ കണ്ടെത്തുവാൻ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു സെഷനാണ് ഇന്ന് ദൈവകൃപയാൽ ഇവിടെ കഴിഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. പാനലിൽ ഇന്ന് ചോദ്യങ്ങൾക്ക് വളരെ ശ്രദ്ധേയമായ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ മറുപടി നൽകിയ എല്ലാ കർത്താവിന്റെ ദാസന്മാരെയും നന്ദിയോടെ ഓർക്കുന്നു. തുടർന്ന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയാനുള്ളവർക്ക് ഗുരുസംബ്രദറിന് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ കൺക്ലൂഡ് ചെയ്തോ നമുക്ക് വേണമെങ്കിൽ ഇത് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ഒരു കാര്യം ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, ഈ വീഡിയോയുടെ തുടർ വീഡിയോ അടുത്ത ബുധനാഴ്ച ഉണ്ടായിരിക്കും. കാരണം ഇനിയും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ധാരാളം സമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല അടുത്ത വീഡിയോയുടെ ഒടുവിൽ ഞങ്ങൾ ചരിത്ര രേഖകളെ ഉദ്ധരിച്ചുകൊണ്ട് ആ മഹാദിമ സഭയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമാണ് സ്നാനം നടത്തി വന്നിരുന്നതെന്നും ആരൊക്കെയാണ് ഈ സ്നാനം അത് മാറ്റി ടൈറ്റിലുകളിലേക്ക് മാറ്റിയത് എന്നതിനെ സംബന്ധിച്ചുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ കൂടിയും ഉണ്ടായിരിക്കും.
ഈ ആഴ്ചയിൽ ഞങ്ങളെ കേട്ടവരായ നിങ്ങളെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം അടുത്ത ആഴ്ചയിലും നിങ്ങൾ തുടർന്നുള്ള ഇതിന്റെ 2ാമത്തെ എപ്പിസോഡിലും കടന്നു വരണമെന്നും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി കൊടുക്കണം. കാരണം ഞങ്ങൾ ഈ വീഡിയോ, ഈ ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ടില്ല. ഒരിക്കലും ഇതിൽ ഞങ്ങൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. സുവിശേഷത്തിന് വേണ്ടി ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് നിങ്ങളും ഇത് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ അത് ആവശ്യപ്പെടുന്നത് മറ്റ് വീഡിയോക്കാർ ആവശ്യപ്പെടുന്ന പോലെ അത് സബ്സ്ക്രിപ്ഷന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയല്ല, മറിച്ച് സുവിശേഷ സത്യ ദൗത്യത്തിന്റെ ഭാഗമാകുവാൻ നിങ്ങൾക്കും ഒരവസരം ദൈവം ഒരുക്കേണ്ടതിന് വേണ്ടിയാണ് എന്നുകൂടി ഓർത്ത് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്ന, ഇപ്പോൾ ലൈവായി ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുള്ള അവർക്കും തുടർന്ന് കാണുന്നവർക്കും ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഒപ്പം അടുത്ത വീഡിയോയിൽ നിങ്ങൾ കൃത്യമായും അതിന്റെ തുടർച്ചയിൽ പങ്കെടുക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.